ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ വേഗം ഷാന മദ്രസയ്ക്ക് പോയതിനു ശേഷം നമ്മൾ ബാക്കി പരിപാടിയിലേക്ക് കടന്നേക്കുകയാണ് കേട്ടോ. അപ്പം ആദ്യം തന്നെ ചായയൊക്കെ വെച്ച് ഷാനാനെ പറഞ്ഞു വിട്ട് രാവിലെ ഒരു 3-4 ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് അങ്ങനെ ആള് കഴിച്ചിട്ട് മദ്രസയിലോട്ട് പോവുക ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ എൻ്റെ അടുത്ത പ്രധാന ജോലി പറഞ്ഞാൽ ചോറ് വെക്കലാണ് കേട്ടോ. അപ്പം അവിടെ അവൾ വരുമ്പോഴേക്കിനും ഒരു 9-9:15 ആകുമ്പോഴേക്കിനും സ്കൂൾ പോകുമ്പോഴേക്കിനും ഇതായി വരണ്ടേ പറഞ്ഞിട്ട് ആദ്യം തന്നെ വേഗം കുക്കറിൽ അരി അടുപ്പത്തിടുകയാണ് ചെയ്യൂട്ടോ. അപ്പോൾ ആ മിന്നൂസ് അതിനിടയിൽ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് എല്ലാം കഴിഞ്ഞിട്ട് എഴുന്നേൽക്കുക, ഇടയ്ക്ക് ഇതുപോലെ നേരത്തെ എഴുന്നേറ്റ് വരും. അപ്പം മിന്നൂസിനുള്ള പാലൊക്കെ റെഡിയായി കൊടുത്തു. അപ്പം ഞാൻ ഈ പാലിൽ ഇങ്ങനെ ഹോർലിക്സിന്റെ പൊടി മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പം ഇന്ന് അത് കഴിഞ്ഞുകൊണ്ട് പഞ്ചസാര മധുരം മാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കാണ് കേട്ടോ. അപ്പോൾ വലിയ താല്പര്യം ഉണ്ടാവില്ല, കുടിക്കുമ്പോൾ ടേസ്റ്റും കാര്യങ്ങളും ഉണ്ടാവില്ല കേട്ടോ, വെറും പാലൊക്കെ ആകുമ്പോൾ തന്നെ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ചായ റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ഞങ്ങൾക്ക് ചായ രണ്ടാൾക്കാണെങ്കിലും അത്യാവശ്യം ചൂട് ആറിയതിന് ശേഷമേ ചായ കുടിക്കാറുള്ളൂ. ചെറിയ ചൂട് മതി, ഓവർ ചൂടാവുന്നതും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ വേഗം തന്നെ കെറ്റിൽ കുറച്ച് കട്ടൻ ചായ വെക്കാമെന്ന് വിചാരിച്ചു. രാവിലെ പാൽ ചായയാണ് പിന്നെയും പറഞ്ഞുള്ളത്, നമുക്ക് ചായൻ്റെ കടിയുടെ കൂടെ കഴിക്കാനുള്ള ഒരു ചായയാണ് കേട്ടോ. പിന്നെ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്ന് പുതിയ ടെക്നോളജിയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉള്ളിൽ അടിച്ചു വാരി എടുക്കുന്ന മുറായിരുന്നു. അത് ഞാൻ എന്തായാലും പുറത്തോട്ടാക്കിയിട്ടുണ്ട്. കാരണം ഉള്ളിൽ അടിച്ചു വാരിനേക്കാളും ഒന്നും കൂടെ എനിക്ക് ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത് പുറത്ത് അടിച്ചു വാരി ഇതുപോലെ മുറത്തിലോട്ട് എടുക്കുമ്പോഴാണ് കേട്ടോ. കാരണം അതുപോലെ കണ്ടില്ലേ, മെറ്റലിൽ നമുക്ക് ഇലയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ കല്ലിനിടയിൽ കുടുങ്ങിയിട്ട് ഇങ്ങനെ ഒരുപാട് അകലം വരെ നമുക്ക് ഇതുപോലെ അടിച്ചു കൂട്ടി കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് ആവുന്നത് ഇങ്ങനെ നമുക്ക് മുറത്തിലോട്ട് വാരി എടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട്. വലിയ റിസ്ക്കും തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെയൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. കാരണം ഒരുപാട് ദൂരം അടിച്ചിങ്ങനെ പോകുന്തോറും നമുക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും, കുറേ സമയം എടുക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് നമ്മളെ മുറ ഇങ്ങനെ കയ്യിൽ കൊണ്ടു നടക്കുക, എന്നിട്ട് അതിനോടുകൂടെ ഇങ്ങനെ അതിലോട്ട് ഇങ്ങനെ വാരി എടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പം എന്തായാലും ഒന്നും കൂടി ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു മുറം പുറത്ത് അടിച്ചു വാരാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഉള്ളിലോട്ട് അത്യാവശ്യം ഉണ്ടെങ്കിൽ വാങ്ങാം, അല്ലെങ്കിൽ നമുക്ക് സാധാ മുറം തന്നെ ഉണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് വാരി എടുത്താലും വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ കണ്ടുപിടുത്തം. അപ്പോൾ ഇതുപോലെയൊക്കെ മെറ്റലൊക്കെ വിരിച്ചിട്ടുള്ള മുറ്റങ്ങളാണെങ്കിൽ അവർക്ക് ഒന്നും കൂടെ യൂസ്ഫുൾ ആവട്ടെ, ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നെ കയറി വന്നു, ഞാൻ ചെടികളിലെ പൂ വിരിഞ്ഞതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ കയറി വന്നു. ഇപ്പം ചെടികൾ വലിയ ആദ്യമൊന്നും വെച്ചിട്ടില്ലെങ്കിലും ഇപ്പോൾ ചെടികളൊക്കെ വെച്ച് കണ്ട് അതിലിങ്ങനെ പൂവൊക്കെ വിരിയുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അപ്പം അതൊക്കെ കുറച്ച് നേരം ആസ്വദിച്ച് നിന്നുകൊണ്ട് നമ്മൾ റൂമിലോട്ട് വന്നിട്ടുണ്ട്. കിടന്ന വിരിപ്പും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട്. കാരണം ഞങ്ങൾ എഴുന്നേറ്റിട്ടും ന്യൂസ് കുറച്ച് സമയം ഉറങ്ങുന്നത് കൊണ്ട് തന്നെ അതൊക്കെ മടക്കി വെക്കാനായിട്ട് വൈകൂട്ടോ. അപ്പോൾ വേഗം അതൊക്കെ ഒന്ന് മടക്കി വെച്ച് സെറ്റാക്കി ബാക്കി പണികളിലോട്ട് കടന്നിട്ടുണ്ട് കേട്ടോ.